എല്ലാവർക്കും നാട്ടുവരമ്പിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഒരു ചെറിയ ടെറസ് ഗാർഡൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വീട്ടിനുള്ളിൽ കയ്യെത്തുന്ന അകലത്തിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി എന്ന നിലയിലാണ് ഈ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ചക്കരക്കുട്ടി എന്ന് പറയുന്ന ഒരു മാവിനമാണ്. നമ്മുടെ പഴയ നാടൻ മാങ്ങ. അതിന് നമുക്ക് അത്യാവശ്യം വേണമെങ്കിൽ പുളിശ്ശേരിക്കൊക്കെ ഉപയോഗിക്കാവുന്ന നല്ല മധുരമുള്ള, വിളഞ്ഞ് കിട്ടാൻ കുറച്ച് കാലതാമസം വരുന്നുണ്ട്. കുറച്ച് സ്ലോയാണ്, പക്ഷേ നല്ല വലിപ്പം അത്യാവശ്യം വയ്ക്കുന്നുണ്ട്. ഒരു 200 ഗ്രാം ഒക്കെ തൂക്കം വരും. ഉരുണ്ട മാങ്ങയാണ് ഇത്. ചെറിയ ഒരു മാവ്, ചെറിയൊരു തൈയാണ് നട്ടത്. ഇപ്പോഴും അധികം വലുതായിട്ടൊന്നുമില്ല, പക്ഷേ ഇതിൽ മാങ്ങ ധാരാളമായിട്ട് പിടിക്കുന്നുണ്ട്. പൂ വന്നു കഴിയുന്നത് വളരെ തിക്കായിട്ടാണ് പൂ വരുന്നത്, വലിയ കൊലകളായിട്ട്. പക്ഷേ ആ മൊട്ടുകൾ വിരിയാനുള്ള സ്പേസ് ഇതിന് കിട്ടുന്നില്ല. അത് കുറച്ച് സ്പ്രെഡ് ചെയ്ത് വന്നാൽ നിറയെ മാങ്ങ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ എന്തോ പ്രത്യേകതയാണത്. അത് ഇപ്പോഴും അത് പൂത്തോണ്ടിരിക്കുകയാണ്. നമുക്ക് മാവിന് ഒരു സീസണുണ്ട് എപ്പോഴും. ആ സീസൺ കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റനൻസ് കാലമാണ്. കാരണം ആ മെയിൻ്റനൻസ് കാലത്തെ പരിചരണമാണ് നമുക്ക് അടുത്ത സീസണിൽ ഉണ്ടാകുന്ന മാങ്ങയുടെ എണ്ണം തീരുമാനിക്കുന്നത്. എണ്ണം മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റിയും തീരുമാനിക്കുന്നത്. ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടുള്ള അടുത്ത പൂക്കാലം വരെയുള്ള സമയത്ത് നമ്മൾ ഈ മാവിനെ എങ്ങനെ പരിചരിക്കുന്നു, എന്ത് വളപ്രയോഗം നടത്തുന്നു, അതിൻ്റെ അടിസ്ഥാനമാണ് അടുത്ത പൂക്കാലം, അടുത്ത വർഷത്തെ മാങ്ങ ഉണ്ടാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ സീസൺ കഴിഞ്ഞാൽ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട എന്ന അർത്ഥമൊന്നുമില്ല. നമ്മളെപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് ഇതിൽ ശ്രദ്ധയുണ്ടായിരിക്കണം. ഇത് ബക്കനപ്പള്ളി എന്ന് പറയുന്ന ഒരു ആന്ധ്ര സ്വദേശിയായ മാവാണ്. ഇത് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ട് ഒരു 3 വർഷമായിട്ടുണ്ട്. ആന്ധ്രയിൽ നിന്ന് വരുത്തിയതാണ്. ഇതിൻ്റെ മാങ്ങ വളരെ രുചികരമായിട്ടുള്ള ഒരു മാങ്ങയാണ്. ഇതിൽ ഈ വർഷം ആദ്യമായിട്ടാണ് ഇത് കായ്ച്ചത്. ഒരു 5-10 മാങ്ങ ഉണ്ടായിരുന്നു, എല്ലാം പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ശേഷിക്കുന്നത് ഇത് മാത്രമാണ്. ഇത് അത്യാവശ്യം വലിപ്പം വെച്ച് വരുന്നതേ ഉള്ളൂ, എന്നാലും നിറമൊക്കെ വന്നിട്ടുണ്ട്. മാവുകൾ കൃഷി ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുരു നട്ട് മുളയ്ക്കുന്ന മാവിൻ തൈകൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് വർഷങ്ങളെടുക്കും. അതേസമയം പൂത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ കായ്ഫലം ഉറപ്പാക്കിയിട്ടുള്ള മാവിൻ്റെ കമ്പുകൾ ചെറിയ തൈകളിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന തൈകൾ 1-2 വർഷം കൊണ്ട് തന്നെ കായ്ഫലം നമുക്ക് ഉറപ്പ് വരുന്നുണ്ട്. മാക്സിമം 3 വർഷം. അത്യാവശ്യം നന്നായിട്ട് പരിചരിച്ചാൽ 3ാമത്തെ വർഷം ഉറപ്പായിട്ടും കായ്ഫലം കിട്ടും. അത് മണ്ണിലായാലും കിട്ടും, ചട്ടിയിലായാലും കിട്ടും, ടെറസിലായാലും ഡ്രമ്മിലായാലും എല്ലാം കിട്ടും. അപ്പോൾ അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനങ്ങൾ മാത്രം ഒത്താൽ പോരാ. കുരു നട്ട് മുളപ്പിച്ചിട്ട് നമുക്ക് അതേ ഇനം തന്നെ വീണ്ടും കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു ഇനം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ മാങ്ങാണ്ടി നട്ട് മുളച്ച് ഉണ്ടായാൽ ആ ഇനം ആയിരിക്കണമെന്നില്ല. ടെറസിൽ നടുന്ന മാവുകൾ എത്ര കാലം കായ്ക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാനിത് തുടങ്ങിയിട്ട് 4 വർഷമേ ആയിട്ടുള്ളൂ. എനിക്കതിനൊരു കാലയളവ് പരിമിതപ്പെടുത്താനായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം സാധാരണ മാവ് പോലെ തന്നെയാണിത്. എൻ്റെ വലിപ്പ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതിന് റീപ്ലാന്റ് ചെയ്യണം. ഒരു 2-3 വർഷം കൂടുമ്പോൾ റീപ്ലാന്റ് ചെയ്യുകയും അതിൻ്റെ വേരുകൾ കുറേയൊക്കെ കട്ട് ചെയ്ത് കളയുകയും, അങ്ങനെ ഒരു പുതിയ വേരുകൾ അതിന് പൊട്ടി മുളച്ച് കഴിയുമ്പോൾ അത് പിന്നെ പുതിയ മാവായി. അതിന് കാലയളവ് പറയാൻ പറ്റില്ല. കാരണം 100 കൊല്ലം വേണേലും നിൽക്കും, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 100 കൊല്ലമാണെങ്കിലും മാവ് നിൽക്കും. മാവിൻ്റെ നോർമൽ ലൈഫ് എത്രയാണോ അത്രേ. ടെറസിലായതുകൊണ്ട് കുറവൊന്നും പറ്റില്ല. ഇതൊക്കെ എൻ്റെ പ്രധാന
കാർഷിക ആയുധങ്ങളാണ്, ടൂൾസ്. അത്യാവശ്യം ഇതിൻ്റെ ടാറ്റ ഉൽപ്പന്നങ്ങളുണ്ട്. ഇത് ചെറിയ ചട്ടി നിറയ്ക്കുമ്പോൾ അതിന് ദ്വാരങ്ങളുണ്ടാവും. അപ്പോൾ ഇതവിടെ വെച്ചിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തില്ലെങ്കിൽ വെള്ളം ഒഴുകി പോകുന്നതിൻ്റെ ഒപ്പം മണ്ണും കൂടി ഒഴുകി പോകും. അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓട്ട് കഷ്ണങ്ങൾ അവിടെ വെച്ച് കൊടുക്കും. അത് ഏതോ ചട്ടിയുടെ ഇപ്പോൾ മാറിയതാണ്. ഞാൻ റീപ്ലാന്റ് ചെയ്യണം ഇടയ്ക്ക്. ചില സമയത്ത് ചെറിയ ചെറിയ ചട്ടികളിലുള്ളതൊക്കെ നമുക്ക് റീപ്ലാന്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം 18 ഇഞ്ച് ചട്ടി വരെ വലിപ്പം വയ്ക്കുള്ളൂ. അത് കൂടിയ ചട്ടി ഞാൻ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ആദ്യകാലത്ത് ചെയ്തത് മാത്രമാണ് ഈ ഡ്രമ്മിൽ നട്ടത്. ഇനി ഞാൻ ആ ഡ്രമ്മുകൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് ഞാനൊരു ചെറിയ മാറ്റം വരുത്താറുണ്ട്. അത്യാവശ്യം അത് വളപ്രയോഗം ഉള്ളതാണെങ്കിലും ഞാൻ അതിനകത്ത് കുറച്ച് ഉമിയോ അല്ലെങ്കിൽ ചകിരിച്ചോറോ കുറച്ചുകൂടി ആഡ് ചെയ്യാറുണ്ട്. കാരണം നീർവാർച്ച നമുക്ക് പ്രധാനമാണ്. വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. വെള്ളം കെട്ടി നിൽക്കാതെ വെള്ളം വാർന്നു പോകുമ്പോഴാണ് എപ്പോഴും ഒഴുക്കുള്ള സ്ഥലത്ത് മലിനജലം അല്ലെങ്കിൽ മലിനജലമായി പോകും. അതുപോലെ ഒഴുക്കുള്ള സ്ഥലമായിരിക്കണം. വെള്ളം വാർന്നു പോകണം. അധികം വെള്ളം തങ്ങി നിൽക്കാൻ പാടില്ല. അപ്പോൾ ആ നീർവാർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചിലപ്പോൾ കരിയില പൊടിച്ചതായിരിക്കും, അങ്ങനെയുള്ളതൊക്കെ ചേർക്കും. ഇതിപ്പോൾ ഒരു കൃഷി കഴിഞ്ഞതായത്. ഈ ബോക്സ് ചീര അതുപോലുള്ള സാധനങ്ങൾ ഹ്രസ്വകാല വിളകൾക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും. കണ്ടോ, നല്ല ചൊരി മണൽ കണ്ട. ഇത് ഈർപ്പമുള്ള മണ്ണാണിത്, പക്ഷേ കട്ടയല്ല. അപ്പം ഇങ്ങനെയുള്ള മണ്ണാണ് നമുക്ക് ചീരയൊക്കെ ഇതൊക്കെ നനവുണ്ട്, നല്ല നനവുണ്ട്, പക്ഷേ ഉതിർന്ന് വീഴുന്നുണ്ട്. ഇങ്ങനെ വീഴണം. അപ്പോൾ ഇതിലൊഴിക്കുന്ന വെള്ളം എല്ലായിടത്തും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. കൂടുതലായി പോയാൽ അത് വാർന്നു പോവുകയും ചെയ്യും. ഇതിൽ നടാനായിട്ട് ഞാൻ മണ്ണ് ശേഖരിക്കുന്നത് നമ്മുടെ കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ പുറകിൽ അഗ്രി ഹോൾട്ടി സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്. അവിടെ അത്യാവശ്യം കൃഷി സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, എല്ലാ ഉപകരണങ്ങളും, മണ്ണും വളവും ചെടികളും എല്ലാം കിട്ടുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ഞാൻ മണ്ണ് വാങ്ങുന്നത്. അവിടെ ഒരു കൊട്ട മണ്ണിന് ഏകദേശം 100 രൂപ അവിടെ കൊടുക്കണം. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് പുനാസ എന്ന മാവാണ്. ഇതും അന്യസംസ്ഥാനക്കാരനാണ്. എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. കൊണ്ടുവന്നത് ആന്ധ്രയിൽ നിന്നാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ നാട്ടിലെ മാവിൻ്റെ സീസൺ കഴിയുമ്പോഴാണ് ഇത് പൂത്തു തുടങ്ങുന്നത്. ഇതിപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മാവിൻ്റെ സീസണെല്ലാം മാങ്ങയൊക്കെ അത്യാവശ്യം വിളവ് എടുക്കേണ്ട സമയമായി കഴിഞ്ഞു. ഈ സമയത്ത് ഇത് പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം, നമുക്ക് മറ്റ് സമയത്തും കുറച്ച് മാങ്ങ കിട്ടാനുള്ള സീസൺ ഔട്ട് ആയി കഴിയുമ്പോഴും ഇതിൽ മാങ്ങ കിട്ടും. പിന്നെ ഒരു ഉരുണ്ട മാങ്ങകളാണ്. കൂടുതലും കറി വയ്ക്കാനാണ്, പച്ചമാങ്ങയായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പഴുത്താലും നല്ല രുചിയുണ്ട്. ചെറിയ ഉണ്ട മാങ്ങകളാണ് ഇതിൽ ഉണ്ടാകുന്നത്. ഇതൊരു 2 വർഷം ആയ മാവാണ്. കഴിഞ്ഞ വർഷം കായ പിടിച്ചിരുന്നു. ഇപ്രാവശ്യം ഇപ്പോൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഇനം പുതിയ മാവും നമ്മൾ നട്ട് പരിപാലിച്ച് അത് വളർന്നു വരുന്നത് കാണുന്നതും പിന്നെ പൂക്കുന്നതും കായ്ക്കുന്നതും നമുക്ക് വളരെയധികം സംതൃപ്തി, സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. ഇത് കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന, ഉണ്ടാവും പലയിടത്തും, എങ്കിലും പലർക്കും അറിയുക പോലുമില്ല, പേരറിയുക കൂടിയില്ല പുനാസ എന്നുള്ളത്. രത്ന എന്ന ഇനത്തിൽപ്പെട്ട ഒരു മാവാണിത്, ഈ ചട്ടിയിൽ നിൽക്കുന്നത്. ഈ രത്ന ഒരു ഹൈബ്രിഡ് ഇനമാണ്. നീലം മാങ്ങയും അൽഫോൻസോ മാങ്ങയും കൂടി ഹൈബ്രിഡ് ചെയ്ത ഒരു ഇനം മാങ്ങയാണ്. അതീവ രുചികരമായിട്ടുള്ള ഒരു ഇനമാണ് ഈ രത്ന മാങ്ങ. നട്ടിട്ട് ഒരു 3 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് പൂത്തു, നിറയെ കായുണ്ടായിരുന്നു. ഈ വർഷവും പൂത്തു. അത് മാങ്ങയൊക്കെ ഇപ്പോൾ പറിച്ചു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാമത് ഒന്ന് പൂത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് മാങ്ങ പറിച്ചു കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൂത്തിട്ടുണ്ട്. ഇത് സിന്ദൂരം എന്ന് പറയുന്ന ഒരിനം മാവാണ്. ഇത് വളരെ രുചികരമായ മാങ്ങയാണ്. ഇതിൻ്റെ മാങ്ങയുടെ പ്രത്യേകത, ഞെട്ടിൽ നിന്ന് ഊർന്നു വരുന്ന മാങ്ങയിലേക്ക് ഊർന്നു വരുന്ന ഒരു സിന്ദൂര വർണ്ണം. അത് മാങ്ങ ഇങ്ങനെ വിളഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ചെറിയ തൈ മേടിച്ച് ഞാൻ ഇതിനകത്ത് ഞാനിവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നട്ട 3
ഡ്രമ്മുകളാണ് ഈ ഇരിക്കുന്നത്. അതിൽ നല്ലൊരു ഇനം മാങ്ങയാണ് സിന്ദൂര മാങ്ങ. ഇതിപ്പോൾ 3-ാമത്തെ വർഷമാണ് കായ്ക്കുന്നത്. നട്ടിട്ട് ഒരു 4 വർഷമായി. 1 വർഷം കഴിഞ്ഞപ്പോഴേ ഇത് കായ്ക്കാൻ തുടങ്ങി. മാവിൻ്റെ ഒപ്പം തന്നെ മറ്റ് ചില ഔഷധ സസ്യങ്ങൾ ഉൾപ്പെടെ ചിലതൊക്കെ ഇവിടെ ഉണ്ട്. അതിൽ ഒന്നാണ് നമുക്ക് ദിവസവും ആവശ്യമുള്ള കറിവേപ്പില. നമുക്കിന്ന് മാർക്കറ്റിൽ കിട്ടുന്ന അതിൽ ഏറ്റവും കൂടുതൽ വിഷം അടങ്ങിയിട്ടുള്ളത് കറിവേപ്പിലും പച്ചമുളകിലും ആണെന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു കറിവേപ്പ് ഇവിടെ ഉള്ളതുകൊണ്ട് ആ മാർക്കറ്റിൽ നിന്ന് വേപ്പില വാങ്ങേണ്ട ആവശ്യം വരാറില്ല. എപ്പോഴും ഫ്രഷായിട്ടുള്ള അടുപ്പത്ത് ചട്ടി വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഓടി വന്നിട്ട് ഇവിടെ നിന്ന് കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് പോകുന്നത്. ഇത് ഒരു സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഇനം ആണ്. സ്റ്റാർ ഫ്രൂട്ടിൽ തന്നെ പല വെറൈറ്റികളുണ്ട്. അതിലൊരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്നതാണിത്. ഇത് നമുക്ക് അത്യാവശ്യം പച്ചയ്ക്ക് പറിച്ചാൽ അച്ചാറുണ്ടാക്കാൻ കൊള്ളാം. പഴുപ്പിച്ച് കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഇതിൻ്റെ കായ്ഫലമൊക്കെ കഴിഞ്ഞ് വിളവെടുപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ്. 2ാം റൗണ്ട് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് അഗസ്ത്യച്ചീരയാണ്. അഗസ്ത്യച്ചീരയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട്. ഇതിൻ്റെ പൂമൊട്ടാണ് കറി വയ്ക്കാനായിട്ട് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി അതല്ല, പൂ വിരിഞ്ഞ് അത് ഒരു കായ് പിടിച്ച് ബീൻസിൻ്റെ പരുവായി കഴിഞ്ഞാൽ ആ ബീൻസ് നമുക്ക് പിഞ്ചായിരിക്കുമ്പോൾ പറിച്ച് ബീൻസ് തോരൻ വയ്ക്കുന്ന പോലെ വയ്ക്കാനും നല്ലതാണ്. അതിൻ്റെ തളിരിലകളും ചീര പോലെ തന്നെ വെച്ച് കറി വെച്ച് കൂട്ടാൻ വളരെ നല്ലതാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളൊക്കെ ഇതിന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു മെഡിസിനൽ വാല്യൂ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. ആര്യവേപ്പിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല. അത് ഒരു ബോൺസായി ഷേപ്പിലേക്ക് ഞാൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് പതിയെ. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ഒരിനം ചാമ്പയാണ് ഉമ്മർ ചാമ്പ എന്ന് പറയുന്നത്. ഉമ്മർ ചാമ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഒരു ഇനം തായ്ലൻഡ് ചാമ്പയാണ്. അത് മലപ്പുറത്ത് എവിടെയുള്ളൊരു ഉമ്മർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് അത് കൃഷി ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരുപക്ഷെ ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ചാമ്പ അറിയപ്പെടുന്നത്. അതാണ് ഈ കാണുന്നത്. ഇതിൽ നല്ല ചുമന്ന ഉരുണ്ട ബെൽ ഷേപ്പിൽ വരുന്ന നല്ല മധുരമുള്ള കായകളാണ്. ഇതിനും പ്രധാന പ്രശ്നം പുഴുശല്യമാണ്. കവറൊക്കെ ഇട്ട് സൂക്ഷിച്ചാൽ മാത്രമേ നമുക്കത് വിളഞ്ഞ് കിട്ടുകയുള്ളൂ. കുഞ്ഞുനാൾ മുതലേ കൃഷിയോടുള്ളൊരു താല്പര്യമാണ് ഈ ഒരു ചെറിയ സ്ഥലപരിമിതിയിൽ ഈ ഒരു വേറിട്ട കൃഷി ചെയ്യാൻ അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത്. മാവിന് പുറമെ വിവിധ ഇനം പേര, സപ്പോട്ട, അങ്ങനെ ഒരുപാട് സീഡ്ലെസ് ലെമൺ, അങ്ങനെ ഒത്തിരി ഫലവൃക്ഷങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വർഷവും വിളവ് ലഭിക്കുന്ന രീതിയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് പുറമെ ഔഷധ സസ്യങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ അദ്ദേഹം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് മട്ടുപ്പാവിൽ ഫലവൃക്ഷങ്ങൾ ഈ ഒരു കൃഷിരീതി കണ്ടെയ്നർ കൾട്ടിവേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് നല്ല ഒരു മാതൃക കൂടിയാണ് പുഷ്പകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഈ കർഷകൻ. കാരക്കയാണ്, വളർന്നു വരുന്നതേ ഉള്ളൂ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇത് ഈ കാരക്ക പഴുത്തത് ഞങ്ങൾക്കൊക്കെ വളരെ രുചികരമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അന്ന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പഴമായിരുന്നു. ചെറുത് ആണ്, അതിൻ്റെ കുരു ചവച്ച് തുപ്പുക രസമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്നത്തെ കുട്ടികൾക്ക് ഇതിലൊന്നും വലിയ താല്പര്യം, ഈ കായ്കളിലത്ര മാധുര്യമൊന്നും അവർക്ക് തോന്നുന്നതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അവർ അതിലും മധുരമുള്ള പലതും കഴിച്ചുകൊണ്ടായിരിക്കും. എന്തായാലും എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ നട്ടു വളർത്തി ഇരിക്കുകയാണ്. ഇത് സീഡ്ലെസ് ലെമണാണ്. നമ്മുടെ ചെറുനാരങ്ങയുടെ കുറച്ചുകൂടി വലുതായിരിക്കും. അതിനകത്ത് കുരുവൊന്നും ഉണ്ടാവില്ല. നമുക്കത് മുറിച്ച് കഷ്ണങ്ങളെടുത്ത് മിക്സിയിലടിച്ചിട്ട് തൊലിയോടുകൂടി, തൊലിയൊന്നും കളയണ്ട, പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത് മുറിച്ചിട്ട് മിക്സിയിലടിച്ചിട്ട് നല്ല ജ്യൂസ് ഉണ്ടാക്കാം. വളരെ രുചികരമാണ്.
അതിൻ്റെ എന്തെങ്കിലും അഡിറ്റീവ്സൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഫ്ലേവറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കാൻ സാധിക്കും. ഇത് മധുര അമ്പഴം എന്നാണ് അറിയപ്പെടുന്നത്. പുറമേയുള്ള തൊലി ചെത്തിക്കളഞ്ഞാൽ നല്ല മധുരമുണ്ട്. അത് പഴുത്തിട്ടൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഭക്ഷിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു അമ്പഴങ്ങ വർഗ്ഗമാണ്. സ്വീറ്റ് അമ്പഴം എന്ന് പറയും. ഇതെൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, എൻ്റെ കുട്ടിക്കാലത്ത് ഇപ്പോഴും ആ അമ്പഴം നിൽപ്പുണ്ട്. അതിലിപ്പോഴും അമ്പഴങ്ങ പിടിക്കുന്നുണ്ട്. നാട്ടിൽ ചേർത്തലയാണ് എൻ്റെ വീട്. മുളകൂഷ്യം എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതിനൊക്കെ എൻ്റെ പുറമേയുള്ള തൊലി ചെത്തി ഇട്ടിട്ട് ഒരു മുളക് കൂട്ടാൻ പോലെയൊക്കെ വേണം വയ്ക്കാം. അത്രേ പറ്റുള്ളൂ. പുളിയായിട്ട് വേണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ പുളിക്ക് പകരമായിട്ട് ഇതിൻ്റെ പുറംതൊലി ചെത്തിയിട്ട് ഉപയോഗിക്കാം. ഉള്ളിൽ മധുരമാണ്. ടെറസിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു റൂഫിംഗ് ഉള്ള ഒരു ഷെഡ് പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യങ്ങൾ ഒന്ന്, ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ വീൽ ചെയർ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ വീൽ ചെയർ സൂക്ഷിക്കുമ്പോൾ ആ സ്ഥലം കൃഷിക്ക് വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റൂഫിംഗ് ഇട്ടിട്ട് ഞാൻ അതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ചില സമയത്ത് ഈ മാവുകളൊക്കെ പൂക്കുന്ന സമയത്ത് മാവുകൾ പൂക്കുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം കൊഴിഞ്ഞു പോകും. അത്യാവശ്യം ചെറിയ ചട്ടിയിലൊക്കെ ഇരിക്കുന്ന മാവാണെങ്കിൽ മഴ വരുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ മാവ് വലിച്ച് അതിനകത്ത് കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിനകത്ത് കൊണ്ടുവയ്ക്കുമ്പോൾ മഴ നനയാതെ നമുക്ക് മാക്സിമം വിളവെടുപ്പ് സാധ്യമാകുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ചെയ്തത്. അതന്ന് ചെയ്തു പോയി, അങ്ങനെ ചെയ്തു, അത് കാരണം നിൽക്കുന്നതാണ്. നമ്മുടെ മഴമറ എന്ന സങ്കല്പമല്ല ഇത്, ആ സങ്കല്പമല്ല, അത് വേറൊരു സാധനമാണ്. ഇത് ശരിക്കും PVC പ്ലാസ്റ്റിക് സാധനമാണ്, ട്രാൻസ്പെറൻ്റാണ്. ടെറസിലെ കൃഷി എന്ന് പറയുമ്പോൾ അത്രയും നല്ല ഹൈജീനിക്കായിട്ട് വൃത്തിയോടുകൂടി ടെറസിനൊരു കേടുപാടൊന്നും പറ്റാത്ത രീതിയിൽ സ്റ്റാൻഡ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ സൂക്ഷിച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എല്ലാം അടുക്കും ചിട്ടയോടും കൂടിയാണ് അദ്ദേഹം അതെല്ലാം അവിടെ പരിപാലിച്ച് വരുന്നതും. അപ്പോൾ ആ ഒരു ഇദ്ദേഹത്തിന് അതിന് വേണ്ടുന്ന എല്ലാ പ്രചോദനവും നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. അപ്പോൾ നമുക്കത് നല്ല ഒരു മാതൃകയാക്കി തന്നെ നമുക്കും അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള 1-2 ഫലവൃക്ഷങ്ങളെങ്കിലും നമ്മുടെ മട്ടുപ്പാവുകളിൽ ഈ ഒരു കണ്ടെയ്നർ കൃഷിയിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കി എടുക്കാവുന്നതുമാണ്. ഏതാനും ഇനം വിവിധങ്ങളായ പേരകളും ഞാനിവിടെ നട്ടു വളർത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ജപ്പാൻ പേര. രുചി കൊണ്ട് ഏറ്റവും ആകർഷണീയമായി തോന്നിയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള, കുരു വളരെ കുറവുള്ള കുരുക്കൾ തന്നെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരിനം പേരയാണ് ജപ്പാൻ പേര. അതെൻ്റെ പുറകിൽ കാണുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യയിലെ പ്രശസ്തമായ പേരവർഗ്ഗങ്ങളാണ് ലക്നൗ 49, അലഹബാദ് സഫേദ, ലളിത് പേര, അങ്ങനെയുള്ള പേരകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു വയലറ്റ് പേരയുണ്ട്. പിന്നെ മുന്തിരിപ്പേര എന്ന് പറഞ്ഞ് ഒരു ഇനമുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നിങ്ങനെ പെറുക്കി മുന്തിരിയുടെ വലിപ്പം അത് വയ്ക്കുള്ളൂ. ഒരു ചെറിയ മധുരവും ചെറിയ പുളിപ്പും ഒക്കെ ആയിട്ട് അതുമുണ്ട്. അങ്ങനെ ഒരു 6-7 ഇനം പേര ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നട്ടു വളർത്തുന്നുണ്ട്. വൈറ്റ് ഞാവലാണ്, വെളുത്ത ഞാവൽ. ധാരാളം കായ്കളുണ്ടാവും. ഇതിപ്പോൾ പ്രൂണിങ് കഴിഞ്ഞിട്ട് രണ്ടാമത് കമ്പുകൾ മുളച്ച് വരുന്നതേ ഉള്ളൂ. ഒരു സീസൺ കഴിഞ്ഞു. നല്ല രുചികരമാണ്. മറ്റ് കറുത്ത ഞാവലിൻ്റെ ഒരു ചവർപ്പ് ചൊവയൊന്നുമില്ല, മധുരം തന്നെയാണ്. ഈ കാണുന്നതാണ് പാരിജാതം. പാരിജാതം എന്ന പേരിൽ പല ചെടികളുമുണ്ട്. ഇത് ഒറിജിനൽ പാരിജാതമാണ്. ഇതാണ് നമ്മുടെ പാട്ടുകളിലൊക്കെ കേട്ടിട്ടില്ലേ, പാരിജാതം പൂമിഴി തുറന്നു എന്നൊക്കെ പറഞ്ഞുള്ള
പവിഴ മുന്തിരി എന്നൊക്കെ പറയുന്ന ആ പാരിജാതമാണ് ഇത്. ഇതിൻ്റെ കമ്പ് നട്ട് മുളപ്പിക്കാവുന്നതേ ഉള്ളൂ. കമ്പ് മുറിച്ച് നട്ടാൽ ഒരു 10 നട്ടാൽ ഒരു 5-6 എണ്ണം പിടിച്ച് കിട്ടും. അങ്ങനെ കമ്പ് മുറിച്ച് നട്ട് നല്ല ബുഷായിട്ട് നിൽക്കും. ഇത് നിൽക്കുന്ന പ്രദേശത്ത് പൂത്ത് നിൽക്കുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ സുഗന്ധപൂരിതമായിരിക്കും. അത്രയും സുഗന്ധമാണ് ഈ പാരിജാതത്തിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെ മുല്ലയുണ്ട്, പിച്ചിയുണ്ട്. അപ്പോൾ നമ്മൾ താഴേന്ന് ഈ ടെറസിലേക്ക് കൃഷിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് ഇതിൻ്റെയൊക്കെ ഒരു സുഗന്ധമാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ മുല്ലയുടെയും പിച്ചിയുടെയും പാരിജാതത്തിൻ്റെയൊക്കെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് കയറി വരാം. കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ആ ഒരു പ്രസരിപ്പ് നമുക്ക് അപ്പോഴേ കിട്ടുന്നുണ്ട്. ഒരു എനർജറ്റിക് ആവും. ഇത് ഫെറമോൺ കെണി എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഈ ആണീച്ചകളെ മുഴുവൻ ഇത് ആകർഷിച്ച് ഇതിനകത്തൊരു ഫെറമോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു മണം പിന്തുടർന്ന് ഇതിനകത്ത് വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ആ വർഗത്തിൻ്റെ ഈച്ച ശല്യം, മാങ്ങയൊക്കെ കുത്തിയിട്ട് പുഴുക്കേട് വരുന്നതിന് ഒരു പരിധിവരെ ഇത് ഫെറമോൺ കെണി വയ്ക്കുന്നത് നല്ലതാണ്. ഓരോ കർഷകനും ഓരോ ഗവേഷകനാണ്. കാരണം അവൻ്റെ അനുഭവങ്ങളാണ് അവൻ്റെ അടുത്ത കൃഷിക്ക് ഇനി എന്ത് മുറയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അവൻ്റെ അനുഭവങ്ങളാണ്. ആ തരത്തിൽ പറഞ്ഞാൽ ഓരോ കർഷകനും ഒരു ഗവേഷകൻ തന്നെയാണ്, ഒരു ശാസ്ത്രജ്ഞനും കൂടിയാണ്. ഡ്രീം എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. ഡ്രീമുണ്ട് എല്ലാ ടെറസിലും, നമ്മുടെ നാട്ടിലെ എല്ലാ ടെറസിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൃഷികൾ ചെയ്ത് കാണുന്നതാണ് എൻ്റെ ഒരു ഡ്രീം. അത് ഞാൻ മാത്രം വിചാരിച്ചുകൊണ്ട് നടക്കില്ല. അത് ഓരോരുത്തർക്കും ഉള്ള താല്പര്യങ്ങൾ വരുമ്പോഴാണ് അത് നടപ്പിലാകുന്നത്. അങ്ങനെ ഉണ്ടാവട്ടെ. നമ്മുടെ രാജ്യം കാർഷിക സമൃദ്ധമാവട്ടെ. അതാണ് എൻ്റെ ഡ്രീം. കൃഷിയെ സംബന്ധിച്ചുള്ള എൻ്റെ ഡ്രീം അതാണ്. ഒരു ഇഞ്ച് സ്ഥലം പോലും അത് ടെറസിലായാലും മണ്ണിലായാലും പാഴാക്കാതെ കൃഷി ചെയ്യുക, അതിൽ താല്പര്യം ഉണ്ടാവുക, കുട്ടികളെയും അത് പറഞ്ഞ് ബോധവൽക്കരിക്കുക, അവർ വളർന്നു വരുന്ന തലമുറ. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞുനാളിലെ ആ ഒരു ഇൻഫ്ലുവൻസാണ് എന്നെ ഇപ്പോഴും കൃഷിയോടുള്ള ആഭിമുഖ്യം നിലനിർത്തുന്നത്. അപ്പോൾ അത് നമ്മൾ പുതിയ ജനറേഷനിലേക്ക് കൈമാറി കൊടുക്കാനായിട്ട് ശ്രമിക്കുക, നമുക്ക് സ്വയം താല്പര്യം ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടായിരിക്കുക. കൃഷി അഭിവൃദ്ധിപ്പെടട്ടെ, ഒപ്പം നമ്മുടെ നാടും. എല്ലാവരും ചെയ്യുക. തീർച്ചയായിട്ടും അത് നമുക്കും നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ സമൂഹത്തിനും നല്ലതായിരിക്കും. ഈ നാട്ടുവരമ്പിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.